ശരിക്കും ഹൃദയംഗമായിട്ട് കർത്താവിനെ സ്നേഹിക്കാത്ത ഒരവസ്ഥ വന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആ അധർമ്മമൂർത്തി അല്ലെങ്കിൽ അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, ആൻറ്റൈ ക്രൈസ്റ്റ്, ആ എതിർ ക്രിസ്തുവിൻ്റെ ശക്തി അല്ലെങ്കിൽ ഞാൻ പറയേ സത്യ ഉപദേശവും പിന്നെ എതിർ ക്രിസ്തുവിടെ ഉപദേശവും, രണ്ട് ഉപദേശമേ ഉള്ളൂ. ഈ എതിർ ക്രിസ്തുവിടെ ഉപദേശം ഇവിടെ തെസ്സലോനിക്കർ സഭയിലാണ് വ്യാപരിച്ചുകൊണ്ടാണ് അവരോട് ഇത് ഉപദേശിക്കും. അങ്ങനെയല്ല രണ്ടാമത്തെ വാക്യത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ വന്ന് വല്ല ആത്മാവിനാൽ നിങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതെന്ത് ചെയ്തു? സുബോധം വിട്ട് ഇളകിപ്പോയി. ഗലാത്യ സഭയോട് നിങ്ങളത് കൈക്കൊണ്ടു. വേറെ ഓരോ സഭയോട് പറയുമ്പോൾ വേറൊരു ആത്മാവിനാൽ. അപ്പം രണ്ട് ഉപദേശമേ ഉള്ളൂ. ഒന്ന്, നമ്മളെ വിശുദ്ധിയിലും പ്രത്യാശയിലും പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ വചനം. രണ്ടാമത്, നമ്മുടെ ഇഷ്ടം പോലെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോകുന്ന ശരി കപടഭക്തി അല്ലെങ്കിൽ സ്വയനീതിയുടെ ഒരാത്മാവ്. അതല്ലേ യേശു കർത്താവ് എത്ര പറഞ്ഞിട്ടും ഈ യഹൂദന്മാർക്ക് സ്വീകരിക്കാൻ കർത്താവിൻ്റെ വചനം. ഇപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താൻ എന്തുവാ പറഞ്ഞത്? ഇതെല്ലാം ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട്. അപ്പോഴാണ് ദൈവം പേഴ്സണലായിട്ട് ഇടപെടാൻ തുടങ്ങി. നിൻ്റെ ജീവിതത്തിൽ പണത്തോടാണ് സ്നേഹം. സ്തോത്രം, അല്ലെ ആ വിഷയത്തിൽ. പക്ഷേ അവിടെ എന്തോ എഴുതിയിരിക്കുന്ന, എനിക്ക് ഒത്തിരി പണം ഉണ്ടായിരുന്നുകൊണ്ട് ദുഃഖത്തോടുകൂടി താൻ തീരുമാനമെടുത്ത് രൂപാന്തരപ്പെട്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്ന. താൻ കർത്താവിൻ്റെ ക്രൂശിങ്കലും കണ്ടില്ല. താൻ പിന്നെ വിശ്വാസത്തിൽ വന്നോ ഇല്ലയോ, ദൈവാത്മാവ് ഇടപെട്ടെങ്കിൽ വന്നു കാണും. പക്ഷേങ്കിൽ അവർക്ക്, ഇസ്രായേൽ മക്കൾക്ക് കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ഉപദേശം ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ പോലും മാറിപ്പോകാനുള്ള കാരണം ഉള്ളിലുള്ള സ്വയനീതി. ഞാൻ ചെയ്യുന്നത് കറക്റ്റ്, എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കാൻ പറഞ്ഞ, ഞങ്ങൾ എബ്രഹാമിൻ്റെ മക്കളാണ്, എത്ര വർഷമായിട്ട് ഞങ്ങൾ പ്രമാണം വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവരാ. ആ മഹാപുരോഹിതന്, ശാസ്ത്രിമാർക്ക്, പരീശന്മാർക്ക് പോലും ആ സ്വയനീതി, കപടഭക്തി. അപ്പോൾ ഈ സ്വയനീതിയുടെയും കപടഭക്തിയുടെ ആത്മാവൊക്കെ ഏതാണ്? ക്രിസ്തുവിൻ്റെ എതിരാത്മാവാണ്. ആ എതിരാത്മാവ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിനെ ഒന്ന് ശരിക്കും സ്നേഹിക്കുവാൻ കഴിയാതെ, ആ സത്യം ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയാതെ, അതുകൊണ്ട് ദൈവം അവർക്ക് എന്ത്, 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, ഒരു സ്ട്രോങ് ഡില്യൂഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ശക്തിയുള്ള വ്യാപാര ശക്തി, ഒരു ചെറിയ വ്യാപാര ശക്തിയല്ല, അവനെ അങ്ങ് കെട്ടി ഇടാൻ ദൈവം തന്നെ അങ്ങനെ ചെയ്യൂല്ലേ. അതാണ് വിഷമമുള്ളത്. സാത്താൻ ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവം തന്നെ പല അവസരം കൊടുത്തിട്ട്, പല വട്ടം ഇടപെട്ടിട്ട്, അത് ഹല്ലേലൂയ, ആ ദൈവാലോചനയ്ക്ക് മുമ്പ് സമർപ്പെടാൻ ദൈവം തന്നെ അവർക്ക് ഇത് ഭയപ്പെടേണ്ട ഒരു കാര്യം. ഒത്തിരി ദൈവദാസന്മാരെ ഹല്ലേലൂയ ഈ ഒരു വ്യാപാര ശക്തി ബാധിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു നല്ല കാലം പോയല്ലോ, ദൈവം ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് പോലുമുള്ള ഒരു ശൂന്യത മനസ്സിലാകാതെ അവരവരുടെ കഴിവിൻ്റെ പുറത്ത് അവർ സൂക്ഷിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവം തന്നെ അവർക്ക് ഹല്ലേലൂയ ആ പ്രൈസൽ സത്യം മറന്നിട്ട് പോഷ്ക് വിശ്വസിക്കുമാർ ഒരു വ്യാജത്തിൻ്റെ, ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന സ്ട്രോങ് ഡില്യൂഷൻ ഓഫ് ലൈ, വ്യാജത്തിൻ്റെ അതിശക്തിയുള്ള ഒരു വ്യാപാര ശക്തി ദൈവം തന്നെ അവരെ ബാധിച്ചു, അല്ലെങ്കിൽ അവരുടെ മേൽ ബാധിക്കുവാൻ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അവരൊക്കെ അങ്ങനെ ആയി തീർന്നോട്ടെ. പക്ഷേ ഞങ്ങളോ 13 കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കണം. അതുകൊണ്ട് we always need to give thanks to the Lord. നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ നിമിത്തവും നിങ്ങളും ദൈവത്തെ സ്തുതിക്കണം, എപ്പോഴും സ്തുതിക്കണം. എന്തിനാണ്? രണ്ട് കാര്യങ്ങൾ എവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം തൊട്ട് ദൈവം നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. പെന്തിക്കോസുകാരായി തീരാനല്ല, നിങ്ങളായിരുന്ന സഭയിൽ നിന്ന് മാറ്റി വേറൊരു സഭയിലാക്കാനല്ല, സ്നാനപ്പെടുത്താനല്ല. ചിലർ പറയും മാമോദീസ വെള്ളമല്ലേ വീണുള്ളൂ. ശരിക്കുമുള്ള സ്നാനമൊക്കെ അതിൻ്റെ ആരംഭമാണ്. അടിസ്ഥാന ഉപദേശത്തിൽ ഒരെണ്ണം മാത്രമാണ്.
രക്ഷയും സ്നാനവും പരിശുദ്ധാത്മാവും ഒക്കെ എൻ്റെ ആദ്യത്തെ കല്ലുകളാണ്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് എന്തു വരേണ്ടത്? ABC പറഞ്ഞ് തീരുന്നില്ല, Z വരെ ഉണ്ട്. വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കുവാനും ഓരോ വചനത്തിൻ്റെ പൂർണ്ണത. അപ്പം നിങ്ങളെ ആദ്യം തൊട്ട് തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ഇല്ലേ? ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന്. ഇത്രയും മാത്രം ഓർത്താൽ ഹല്ലേലൂയ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് യു ആർ കോൾഡ് ടു ബി സാങ്ക്ടിഫൈഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. നിങ്ങളെ പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ. അങ്ങനെയാണ്. എന്തിനാണ് അങ്ങനെ പ്രത്യേകം എഴുതിയിരിക്കുന്നത്? ശുദ്ധീകരണം എന്നങ്ങ് എഴുതിയാൽ പോരെ. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ഇപ്പം ചെയ്യുന്ന എൻ്റെ വഴികളിൽ നിന്ന് പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ അല്ല. കാര്യം പരിശുദ്ധനായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കും. എന്നെ ഏരിയയിലൊക്കെ മാറ്റം ഉണ്ടാകണം. നോട്ടം, ചിന്ത, സംസാരം, പ്രവൃത്തി. അപ്പം നമ്മളോട് ഓരോരുത്തരോടും പേര് പറഞ്ഞ കർത്താവ്. അങ്ങനല്ലേ? പത്രോസിനെ പഴയ പേരിൽ അങ്ങ് വിളിച്ചു കർത്താവ്, ഇല്ലേ? ഓരോരുത്തരെ ആ സ്വന്തം പേരിൽ, പുന്നാര പേരിൽ, അല്ലെങ്കിൽ അടുപ്പമുള്ള രീതിയിലാണ് കർത്താവ് ഇടപെടുന്നത്. അപ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ കർത്താവ് വ്യക്തിപരമായിട്ട്, ഇപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും നമ്മളോട് കർത്താവ് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ദൈവമാണ്. എത്ര പേരുണ്ടെങ്കിലും, ദൈവം 100 1000 പേരുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് നമ്മളോട് ഓരോരുത്തരോട് ഇടപെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ, ദൈവം അങ്ങനെയാണ് ഇടപെടുന്നത്. അപ്പം ഇവിടെ ഒരു കാര്യം, ഇവിടെ 13ാമത്തെ വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുക, പരിശുദ്ധാത്മാവിൽ കൂടെ ആ സഭയും ഇന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുക, നിങ്ങളെ വിളിച്ചിരിക്കുന്ന, നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന, തിരഞ്ഞെടുപ്പ് ഓർത്ത് എപ്പോഴും നിങ്ങളെ സ്തുതിക്കണം. നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണമാണ്. ഈ സഭകളെല്ലാം എന്തുവാ പ്രസംഗിക്കുന്നത്? ഇപ്പം കത്തോലിക്ക സഭകൾ പോലും ചില ചെറുപ്പക്കാർ അച്ഛന്മാരൊക്കെ ഉണ്ട്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതല്ല. കാരണം അവരിപ്പോഴും ആ മറിയൻ പ്രാർത്ഥനയിലും എല്ലാ ആചാരത്തിലും വിഗ്രഹങ്ങളെ കുളിപ്പിക്കാനും അന്ധവിശ്വാസത്തിലും അതിൻ്റെ ആചാരങ്ങളെല്ലാം കൂദാശകൾ എന്ന് പറയാം. കൂദാശകളെല്ലാം അവർ ചെയ്യുന്നവരായതുകൊണ്ട്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരായതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടത്തില്ല. പക്ഷേ നല്ല പാട്ടുകളൊക്കെ കോപ്പി അടിക്കുന്ന എവിടുന്നാ? ഷാലോം TV-യിലും നിങ്ങൾ അവിടെ ഒരു കൊയറുണ്ടല്ലോ ഇപ്പം പാടുന്ന ഒരു കാൻഡിൽ ബാൻഡ്. നിങ്ങൾ ആ കാൻഡിൽ ബാൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ദൈവമക്കളെ തന്നെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഷാലോം TV-യിലെ കൊയറാണ്. അവരുടെ കൊയർ പാടുന്നത് മുഴുവനും പഴയ പാട്ടുകളാണ്. നാഗൽ സാഹിബിൻ്റെ തൊട്ടുള്ള നല്ല പഴയ പാട്ടുകളൊക്കെ എടുത്ത്, ദൈവദാസന്മാർ എഴുതിയ പഴയ പാട്ടുകളെടുത്ത് നല്ലപോലെ പാടുകയും അവരുടെ ധ്യാനങ്ങൾ അച്ഛന്മാരൊക്കെ പെന്തിക്കോസ് പാസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് യൂട്യൂബിലുണ്ടല്ലോ. ഇപ്പോൾ എല്ലാം വളരെ ഓപ്പൺ മീഡിയ ആണല്ലോ. പണ്ട് അങ്ങനല്ല, ഒരു മീറ്റിങ്ങിന് പോയിരിക്കണം ദൈവദാസൻ്റെ എന്ന് കേൾക്കണമെങ്കിൽ. ഇപ്പോൾ പബ്ലിക് ആയതുകൊണ്ട് ദൈവദാസന്മാരിൽ നിന്നൊക്കെ നല്ല പോയിൻറ്റ്സ് എടുത്ത് കുറിച്ച് വെച്ച്, കാര്യം എന്തെങ്കിലും പുതിയത് പ്രസംഗിക്കട്ടെ. കുറേ നാളായി കൂദാശകളും പ്രാർത്ഥനാ പുസ്തകങ്ങളും മാത്രം നിന്ന് ജനം ബോറടിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ പുതിയത് പ്രസംഗിക്കുവാൻ അവരും എല്ലാവരും ഉത്സാഹിക്കുമ്പോൾ അവരും ശ്രമിക്കുന്ന എന്തുവാ? സഭയൊന്ന് ശുദ്ധീകരിക്കുവാൻ. ആത്മാവിൽ വിശ്വസിക്കാത്ത കൂട്ടമുണ്ട്, ആത്മാവിൽ അത്രയും ആശ്രയിക്കാത്ത കൂട്ടമുണ്ട്. ആത്മാവിൻ്റെ അഭിഷേകവും കൃപാവരങ്ങളും നിന്നുപോയെന്ന് പറഞ്ഞ് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരുണ്ട്. അവരും പഠിപ്പിക്കുന്ന എന്തുവാ? ശിഷ്യത്വം, ഇല്ലേ? കർത്താവിന് വളരെ ഡെഡിക്കേറ്റഡായിട്ട് ജീവിക്കണം എന്ന് അവരും പഠിപ്പിക്കുന്നത്. അപ്പം ഈ എല്ലാ കൂട്ടരും ജ്ഞാനത്താലും നമുക്ക് ഈ ശുദ്ധീകരണത്തിൻ്റെ ദൂതുകൾ, പോയിന്റുകളൊക്കെ എടുത്തു വെച്ച് നമ്മുടെ ജ്ഞാനത്തെയും കൂടെ അനലൈസ് ചെയ്ത് വാക്കുകൾ വെച്ചിട്ട് നമുക്ക് പുസ്തകങ്ങൾ വായിച്ചോ നെറ്റിൽ നിന്നോ വല്ല പ്രസംഗം കേട്ടോ ഒക്കെ നമുക്ക് പഠിപ്പിക്കാം. അത് ആത്മാവിലല്ല. ഇവിടെ എന്തോ കർത്താവ് എഴുതിയിരിക്കുന്നത്? സാങ്ക്ടിഫിക്കേഷൻ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിൽ ഉള്ള ശുദ്ധീകരണം അതൊന്ന് വേറെ തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, ആ പാപി ആരാ? നീയാ. യു ആർ ദ സിന്നർ. ഇതാണ് പാപം. മാനസാന്തരപ്പെട്ടു. ഓരോ ദൈവത്തിൻ്റെ ശരിക്കുള്ള ബിലെയാമിനെ പോലെ കാശിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന പ്രവാചകന്മാരല്ല, അല്ലെങ്കിൽ മനുഷ്യരെ, രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കുന്നതല്ല. പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകനാണെങ്കിലും ഓരോ യെശയ്യാവും യെരമ്യാവും എസെക്കിയേലും ഇതുപോലുള്ള മറ്റുള്ള ബാക്കിയുള്ള പ്രവാചകന്മാരും പുതിയ നിയമത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും ദൈവം തരുന്ന ആലോചന അതുപോലും ശുശ്രൂഷിക്കുന്ന പ്രവാചകന്മാർ വെളിപ്പെടുത്തുന്നത് എന്തുവാണെന്നറിയാമോ? പാപമാ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഏതൊരു ദൈവദാസനും ഹല്ലേലൂയ ദൈവം ഇടപെടുമ്പോൾ, ദൈവം ഇടപെട്ട ദൂത് അതുപോലെ വെളിപ്പെടുത്തുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വെളിപ്പെടേണ്ട വിഷയങ്ങൾ എന്ത്? നിൻ്റെ ഓരോ പ്രവൃത്തിയും ഞാനത് എന്ത് ചെയ്യും? വെളിച്ചത്ത് കൊണ്ടുവരും. നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാനത് നിരത്തി വെക്കും.
ഈ ഞായറാഴ്ച വരുമ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുമ്പോഴും കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ എന്തുവാ? ഇനിയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറേണ്ട ഏരിയകൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കർത്താവ് എന്ത് ചെയ്യും? അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെക്കും. 1, 2, 3 ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെക്കും കർത്താവ്. എന്നിട്ട് പറയും, സാംസ ഈ ഏരിയയിലൊക്കെ നീ എന്ത് ചെയ്യണം? മാനസാന്തരം. പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? അത്രയും വ്യക്തമായിട്ട് കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കർത്താവ് നിരത്തി വെക്കും. ദൈവദാസന്മാരോട് കർത്താവ് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ പൗലോസൊക്കെ ഇതെടുത്തു പറയുന്നുണ്ട്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യും? വെളിച്ചത്ത് കൊണ്ടുവരാനാണ് എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യർ സഭയിൽ എന്തുവാ ചെയ്തത്? ആ പാപത്തെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് അവിടെ പറഞ്ഞ എന്തുവാ? ആ വ്യക്തി എന്ത് ചെയ്യണം? നിന്റെ സഭയിൽ നിന്ന് പുറത്തു കളയണം. അല്ലെങ്കിൽ അല്പം പുളിപ്പും എന്ത് ചെയ്യും? ഈ സഭയെ മുഴുവനും സഭയോട് കൊടുത്തിരിക്കുന്ന ഉപദേശം തിമോത്തിയോസിനോട് പറയുമ്പോഴും അല്ലാതെ ഇടയന്മാരോടുള്ള ഒരു ദൂതാണല്ലോ തിമോത്തിയോസും തീത്തോസും. അവിടെ എല്ലാം പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ ഇടയന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം ഒരു വ്യക്തിയിൽ ഒരു കുറവുണ്ടെങ്കിൽ ആദ്യം വ്യക്തിപരമായിട്ട് പറയണം. പിന്നെ 2 മൂപ്പന്മാരെ വിളിച്ച് എന്ത് ചെയ്യണം? പോയി പറയണം. എന്നിട്ടും കേട്ടില്ലെങ്കിൽ സഭയായിട്ട് പറയണം. ഈ 3 പ്രാവശ്യവും കേട്ടില്ലെങ്കിൽ ആ വിഷയത്തിന് എന്ത് ചെയ്യണം? ഒരു തീരുമാനമെടുക്കണം. അപ്പം അത്രയും സ്ട്രിക്റ്റായിട്ട്, അല്ലെങ്കിൽ ഈ അല്പം പുളിപ്പ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യും? പൊളിപ്പിക്കുക. അപ്പം അതിന് ഞാനാണേലും നിങ്ങളാണേലും നമ്മൾ ദൈവഭയത്തോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. സഭ അല്ലെങ്കിൽ ഒരു ആത്മീയ കുടുംബം ഇതിന് നമ്മുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ അതിന് തടസ്സമായിട്ട് ഞാൻ തീരാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ പല സഭകളും പല പുസ്തകങ്ങളും പല ദൈവദാസന്മാർ പോലും പരിശുദ്ധാത്മാവ് ശുദ്ധീകരണത്തോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ എന്നിൽ പ്രവർത്തിക്കത്തുള്ളൂ, നിങ്ങളിലും പ്രവർത്തിക്കത്തുള്ളൂ, ഏതൊരു ദൈവദാസനിലും പ്രവർത്തിക്കത്തുള്ളൂ. ഈ പല പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഈ യാത്രയിലൊക്കെ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏരിയകളുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഇടപെട്ടിട്ട് ഫണ്ടിന് വേണ്ടിയും പ്രസ്ഥാനം വലുതാകാനും പലരെ ഉൾക്കൊള്ളാനും പല ബിസിനസ്സുകാരായിരിക്കും, പല ധനികരായിരിക്കും, പല ദേശത്തെ വലിയ ആൾക്കാരായിരിക്കും, വലിയ VIPs അങ്ങനെയുള്ള ജോലിയിൽ നിൽക്കുന്ന അങ്ങനെയുള്ള സ്ഥാനത്തിൽ ജോലിയിൽ നിൽക്കുന്നവരായിരിക്കും. അവരൊക്കെ എൻ്റെ സഭയിൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? കുറവുകളെ വെളിപ്പെടുത്തത്തില്ല, എണ്ണത്തിലങ്ങ് വളരും. ദൈവദാസന് പൊങ്ങച്ചം പറയാം, എൻ്റെ സഭയിൽ ഇന്നോരൊക്കെ ഉണ്ട്, ഇന്ന സ്ഥാനത്തിരിക്കുന്നവരുണ്ട്, ഇന്ന ഓഫീസറുണ്ട്, ഇന്ന സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം, പൊങ്ങച്ചം പറയാം. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ആ സഭയിൽ നിന്ന് വിട്ട് പോകും എന്നുള്ളതൊരു സത്യമാണ്. കർത്താവിന് കോംപ്രമൈസ് ചെയ്യത്തില്ല. ദൈവദാസനല്ലേ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത്, കർത്താവ് കോംപ്രമൈസ് ചെയ്യത്തില്ല. അല്ല, അവിടെ ഒക്കെ ദൈവദാസൻ എന്ത് ചെയ്യും? വീണ്ടും പ്രിപ്പയർ ചെയ്ത്. എനിക്ക് 2 രീതിയിൽ ചെയ്യാം. എനിക്കും വേണേ ഇപ്പോൾ ഈ പ്രിപ്പയർ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ AI വെറും ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ജെമിനിയും ഇതെല്ലാമായിട്ട് ഇൻ്റർറിലേറ്റഡ് ആയതുകൊണ്ട് ഗിവ് മീ 10 വേർഡ്സ് അല്ലെങ്കിൽ 10 വേർഡ്സസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ഒരു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി ജെമിനി AI ഒക്കെ മലയാളത്തിലും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ലപോലെ മലയാളത്തിൽ ആൾക്കാരെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലും കൊടുക്കുന്നുണ്ട്, മലയാളത്തിൽ റെഫറൻസസ് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭാഷയിൽ വരെയും ജെമിനി നന്നായിട്ട് പണിയെടുത്ത് തുടങ്ങിയിരിക്കും. ഇതുപോലുള്ള എത്ര എൻജിൻസ് ഉണ്ട് ജെമിനിയും അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ AI ഒക്കെ അതിൽ ചിലത് മാത്രമായിരിക്കുമ്പോൾ, ChatGPT ഒക്കെ അതിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതായിരിക്കുമ്പോൾ ഒത്തിരി ഇതുപോലുള്ള റിസർച്ചും വർക്കും പല കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 5 വർഷം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തരുന്നത് എന്ന് തോന്നി, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ദൂത് എന്ന് തോന്നിക്കുമാറ് ഈ എതിർ ക്രിസ്തു ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഇതിൻ്റെ ഒരു പാരലൽ ശക്തിയിൽ ജ്ഞാനത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ജ്ഞാനത്തിൽ നമുക്ക് ദൂതുകൾ ശുദ്ധീകരണത്തിൻ്റെ തന്നെ ഒരു 100 വാക്കിൽ വേണോ, 200 വാക്കിൽ വേണോ, 300 വാക്കിൽ വേണോ, 3 മിനിറ്റ് പ്രസംഗിക്കണോ, 5 മിനിറ്റ് പ്രസംഗിക്കണോ, നമ്മൾ സമയം കൊടുത്താൽ മതി. ആ സമയത്തിൽ ശുദ്ധീകരണത്തിന്. അപ്പം ജ്ഞാനത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ വാക്കല്ല ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവിലുള്ള ശുദ്ധീകരണം. ഒന്നുകൂടെ 13-ാമത്തെ വാക്യം വായിച്ചിട്ട് മുൻപോട്ട് പോകാം. യെസ്, യെസ്. ആദ്യം മുതൽ നിങ്ങളെ തെരഞ്ഞെടുത്തു. 13-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു, 13-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ കാര്യം പറയുന്നു. എന്തിനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്? ആ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിലുള്ള ശുദ്ധീകരണത്തിനായിട്ടാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. 2-ാമത് 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നിങ്ങളെ തെരഞ്ഞെടുത്തതും വിളിച്ചതും യേശുവിന്റെ അതേ മഹത്വം പ്രാപിക്കുവാൻ.
Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവിലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് വരുമ്പോഴാണ് കർത്താവിൻ്റെ തേജസ് നമ്മൾ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഈ തേജസ് പ്രാപിച്ച് വർദ്ധിച്ചു വരുമ്പോഴാണ് കാഹളം ഊതുമ്പോൾ നമ്മൾ ആ നിത്യ തേജസ് എന്ത് ചെയ്യുന്നു? യേശുവിനെ പോലെ തന്നെയുള്ളൊരു ശരീരം നമ്മൾ. അല്ലാതെ ഇത് ഒരു ദിവസം കൊണ്ട് കാഹളം ഊതുമ്പോൾ പെട്ടെന്ന് ജഡികനായ സാംസൺ അങ്ങനെ തേജസ്കരിക്കപ്പെടാൻ ഒന്നും പോകുന്നില്ല. ജഡീകനായ സാംസൺ ഇവിടെ തന്നെ കിടക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ വിളിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിക്കുവാൻ, നിങ്ങളെ വിളിച്ചത് യേശുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ. അത് വലിയ ആഴങ്ങളുള്ള ഭാഗങ്ങളാണ് ഈ മക്കളെ. ആ വിളിയെ ഓർത്ത് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം, എപ്പോഴും സ്തുതിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. എന്നെ വിളിച്ച എന്തിനാ? ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ആഴ്ചയും ഇടപെടുമ്പോൾ കുറഞ്ഞ വർഷം ഒരാഴ്ചയെങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും നമ്മൾ കുടുംബഭാരങ്ങളും ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോയെന്നിരിക്കും. ഒന്ന് എഴുതിയിട്ടോ, ചാർട്ടിൽ ഒരു വലിയ മാർക്കറൊക്കെ എടുത്തങ്ങ് എഴുതിയിട്ടോ. പഴയ രീതിയാണ്. ഹല്ലേലൂയ. പ്രൈസ്. പക്ഷേ ചില കാര്യത്തിന് അല്ലെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ വേണേ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഒന്ന് വെച്ചോ. ഓരോ വട്ടം ഫോൺ തുറക്കുമ്പോൾ വാൾപേപ്പറായിട്ട് കിടന്നോളൂ. നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണത്തിന്, വേറെ ഒന്നിനുമല്ല. ശുദ്ധീകരണം പ്രാപിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കല്ല. പരിശുദ്ധാത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ പ്രാപിച്ചു വരുമ്പോഴാണ് യേശുവിൻ്റെ ആ തേജസ്, യേശുവിൻ്റെ മഹത്വം. പഴയ നിയമഭക്തനായ മോശ ശുദ്ധീകരണത്തോടുകൂടി കർത്താവിൻ്റെ സന്ധിയിൽ ചില ദിവസങ്ങൾ ചെലവഴിച്ചപ്പോൾ ജനം കാണുമാർ, മോഹം മറയ്ക്കെന്ന് പറയുമാർ ഒരു തേജസ്സും, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. അത് തന്നെയാണ് ഇവിടെ മൂലഭാഷയിൽ എഴുതിയേക്കുന്നത്. ആ ദൈവത്തിൻ്റെ തേജസ് തൻ്റെ മോഹത്ത് തൻ്റെ ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ആ തേജസ് വെറും പ്രകാശമായിട്ടല്ല. പുതിയ നിയമത്തിൽ സ്തോത്രം നമ്മളോട് ഇടപെടുന്ന ഓരോരുത്തരും നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ എന്ത് ചെയ്യും? ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ യേശുവിൻ്റെ അതേ മഹത്വം പ്രാപിക്കുവാൻ, പരിശുദ്ധനായ ദൈവത്തെ പോലായി തീരണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. ആ വിളി ഓർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിനെ സ്തുതിക്കുന്നത്. നമ്മളിന്നും പാടിയില്ലേ, സ്തുതി സ്തുതി എൻ മനമേ. നമ്മുടെ പാട്ടുകളൊക്കെ സ്തുതിയായി തീരുന്നത് എപ്പോഴാണ് ദൈവമക്കളെ? ആ പേർപ്പസ് നടക്കുമ്പോൾ ഇല്ലേ? ശുദ്ധീകരണം പ്രാപിക്കാത്തവർ എത്ര മനോഹരമായ ശബ്ദത്തിലും സ്തുതിച്ചാൽ, എത്ര എഫക്ട്സ് പ്രോസസ്സൊക്കെ കൊടുത്ത് പാടിയാലും കാര്യമുണ്ടോ ദൈവമക്കളെ? ഇല്ല. എനിക്ക് മനോഹരമായിട്ട് വേണേൽ സ്തുതി പ്രസൻറ്റ് ചെയ്യാം. ആ സ്തുതി കർത്താവ് സ്വീകരിക്കണമെങ്കിൽ ഞാൻ ശുദ്ധീകരണം പ്രാപിക്കണം, ഞാൻ ദൈവത്തിൻ്റെ മഹത്വം തേജസ് പ്രാപിക്കണം. യെസ്. അതിൻ്റെ അടുത്ത വാക്യം, 15ാമത്തെ വാക്യം. ആകയാൽ എപ്പോഴും ഒരു കാര്യം, ഒരു therefore എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ആ 15ാമത്തെ വാക്യം തുറക്കുന്ന ആകയാൽ, therefore അതിന് തൊട്ടു മുമ്പുള്ള കാര്യം, നിന്നെ പരിശുദ്ധാത്മാവിന്, ഞാനത് പിന്നെയും ഹല്ലേലൂയ അത് ബ്രാക്കറ്റിട്ട് അതിന് എംഫസിസ് കൊടുക്കുക. ജ്ഞാനത്തിൻ്റെ വചനത്തിലുള്ള ശുദ്ധീകരണമല്ല, തീരുമാനത്തിൻ്റെ ബലത്തിലുള്ള ശുദ്ധീകരണമല്ല. ചിലർ ഭയങ്കര വിൽ പവറാണെന്ന് പറഞ്ഞു ഞാനൊരു തീരുമാനമെടുത്ത് അതിൽ നിലനിൽക്കുക. ആ ശുദ്ധീകരണത്തിൻ്റെ കാര്യം ഒന്നും അല്ലോട് പറയുന്നത്. അതൊക്കെ സ്വയനീതി, ഞാൻ ചില തീരുമാനത്തിൽ നിലനിൽക്കുന്നല്ലോ എന്ന് വിചാരിച്ച് കപടഭക്തിയായി തീരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണമാണ് എൻ്റെ വിളി അനുസരിച്ച് എന്നെ ഒരുക്കുന്നത്. ഞാൻ ദൈവ സ്വർഗരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ശുശ്രൂഷ അനുസരിച്ച് എന്നെ ഒരുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വിളിക്ക് വ്യത്യാസമായതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ആ കുടുംബത്തിന് പോകുന്ന ഒരവസ്ഥയിൽ കൂടെ അല്ലല്ലോ ഞാൻ പോകുന്നത്, ഞാൻ പോകുന്ന ഒരവസ്ഥയിലല്ലല്ലോ. നമ്മുടെ വിളി അനുസരിച്ച് ദൈവമക്കളെ ദൈവം നമ്മളെ ഒരുക്കുന്നത്. ഈ ഒരുക്കം പലപ്പോഴും പണി എല്ലാവരും പബ്ലിക്കായിട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. പണി നടക്കുന്ന സമയത്ത് പെറുപെറുക്കുക, ദൈവസന്ധിയിൽ സമർപ്പിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുവാനാണ്, മറന്നുപോകല്ലേ, തേജസ് പ്രാപിക്കുവാനാണ്. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? Therefore ആകയാൽ ഉറച്ചു നിൽക്കണം, മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കേണ്ടത് എന്തുവാ? വാക്കിനാലും ലേഖനത്താലും. ഈ ആദ്യകാല അപ്പോസ്തലന്മാർ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ദൈവദാസന്മാരായിരുന്നു. ഞാൻ കുറഞ്ഞ വർഷം വേറൊന്നുമല്ല, ചിലപ്പം ബുദ്ധിയിലൊന്ന് ചിന്തിച്ചു പോകും, ഉപദേശിമാരല്ലേ. സഭയിൽ വിശ്വാസികളുണ്ടെങ്കിൽ ഉപദേശി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ വിശ്വാസികളൊന്നുമില്ല, ഞാൻ ഈ കസേരയോട് പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പോൾ ആ കുടുംബത്തോട് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ആ കുടുംബം ചിലപ്പോൾ എന്ത് ചെയ്യും?
വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മൈൽഡായിട്ടും ഇച്ചിരി ചിരിച്ചുകൊണ്ടും സോഫ്റ്റായിട്ടൊക്കെ പറയാൻ ഒരു ഉപദേശി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാനുഷികമായിട്ട് ചിന്തിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ ഞാൻ ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ പൗലോസ് എന്തോ തിമോത്തിയോസിനോട് പറഞ്ഞെന്നറിയാം, ഒരു വിട്ടുവീഴ്ചയും കൂടാതെ എന്ത് ചെയ്യണം? ശാസിക്കണം, തർജ്ജനം ചെയ്യണം, ഹല്ലേലൂയ, ഉപദേശിക്കണം. പ്രൈസ് ദി ലോർഡ്. എക്സോർട്ട്, റെബ്യൂക്ക് ആൻഡ് കൺവിൻസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് അതവർക്ക് മനസ്സിലാകുന്നത് വരെയും അവരെ തർജ്ജനം ചെയ്യുകയും ശാസിക്കുകയും ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഹല്ലേലൂയ, ഇവിടെ നമ്മൾ കണ്ടു ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ആകയാൽ ഞങ്ങൾ വാക്കിനാലും ലേഖനത്താലും, വാക്കെന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ അല്ലെങ്കിൽ ഈ ദൈവദാസന്മാർ അവരുടെ മധ്യത്തിൽ വരുന്നു, അല്ലെ അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ വാക്കിനാൽ, ഇപ്പം പ്രസംഗത്തിൽ കൂടെ, അല്ലെ പേഴ്സണലായിട്ട് ബൈ വേർഡ്, അതുപോലെ തന്നെ ചെല്ലാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവ് ഇന്ന ദേശത്തിന് അങ്ങനെയല്ല കൊരിന്ത്യ ദേശത്തിനൊക്കെ എഴുതിയത്. ആ അധർമ്മം പ്രവർത്തിക്കുന്നവൻ എന്ത് ചെയ്യണം? സഭയിൽ നിന്ന് അവിടുത്തെ പാസ്റ്ററിന് പോലും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. എനിക്കനായിരിക്കും സഭയിൽ പല കാര്യം സ്പോൺസർ ചെയ്ത വ്യക്തിയായിരിക്കും. അതുകൊണ്ട് പാസ്റ്ററിന് പോലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. സഭയോടും അവിടുത്തെ ഇടയനോടും മൂപ്പന്മാരോടും എല്ലാവരോടും ചേർന്നാണ് പറയുന്നത്. ആ വ്യക്തിയെ പുറത്ത് കളഞ്ഞില്ലെങ്കിൽ എത്ര കൃപാപരത്തിന് കുറവില്ലാത്ത സഭയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദൈവസാന്നിധ്യം പിന്നെ അവിടെ കാണത്തില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതുപോലൊരു തീരുമാനമെടുക്കണമെന്ന് ശക്തമായിട്ട് ലേഖനത്താലാണ് എന്ത് ചെയ്തത്? എഴുതിയിരിക്കുന്നത്. ഓരോ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം എന്തുവാ? നിങ്ങൾ ഇത്ര പെട്ടെന്ന് മാറിപ്പോയി. ഓ ഫൂളിഷ് ഗലേഷ്യൻസ്. അയ്യോ, ഞാൻ ഇന്നത്തെ കാലത്തൊക്കെ ദൈവദാസന്മാർ അങ്ങനെയൊക്കെ വിളിക്കാൻ പോയാൽ, ബൈബിൾ ടീച്ചേഴ്സ് വിളിക്കാൻ പോയാൽ പെട്ടുപോകും, തീർന്നു. ഗലാത്യ സഭ അപ്പോഴേ സഭ ഒരു ലെറ്റർ അങ്ങ് എഴുതും, ഇനി ആ പൗലോസ് എന്ന് പറയുന്നവനെ എന്ത് ചെയ്തേക്കല്ല? ഈ സഭയെ കയറ്റിയേക്കല്ല. നമ്മൾ എന്തുവാ വിളിച്ചത്? 10-30 വർഷമായി ഞങ്ങൾ ആ സമയത്ത് 10-20-30 വർഷമായില്ല. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങളെ വിളിക്കുക ഫൂളിഷ്. ഇത് പരിശുദ്ധാത്മാവിൽ ശക്തിയോടുകൂടി വിളിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഗലാത്യ സഭ ആ ദൂത് ഏറ്റെടുത്തു. ഇത്ര പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു കൂട്ടം കർത്താവെ ഞങ്ങൾക്ക് ബലം തരണമേന്ന് അവർ പ്രാർത്ഥിച്ച് കാണും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരുടെ തലമുറ ഒന്നും പിന്നെ ദൈവത്തിന് വേണ്ടി നിന്ന് കാണത്തില്ല. ഞാൻ ശക്തമായിട്ട് നിൽക്കുന്ന കണ്ടാണ് എൻ്റെ തലമുറ എന്ത് ചെയ്യേണ്ടത്? ഞാൻ ഈ ശക്തമായിട്ട് നിൽക്കാത്ത ഒരവസ്ഥയ്ക്ക് പരിശുദ്ധാത്മാവ് എന്തോ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ശീതവാനും അല്ല. എൻ്റെ വീട്ടുകാർ പറയുമ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, കൂട്ടുകാർ പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, കമ്പനി എന്നോട് പറയുമ്പോൾ നിങ്ങൾ പറയും പാസ്റ്റർ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർക്കേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ കമ്പനിയിൽ നിന്ന് വരുന്ന പ്രഷറും അവിടുത്തെ നിയമങ്ങളും. ഞാനും കുറേ വർഷമൊക്കെ ജോലി ചെയ്തിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഞാൻ ജനിച്ചപ്പോഴേ പാസ്റ്ററൊന്നും ആയി തീർന്ന ആളല്ല. എന്ത് ആര് പറഞ്ഞാലും, അസോസിയേഷൻ പറഞ്ഞാലും കമ്പനി പറഞ്ഞാലും ആര് പറഞ്ഞാലും നമുക്കൊരു ദൃഢമായ തീരുമാനം വേണം. ഇതെൻ്റെ പ്രമാണമാ, ദൈവത്തോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചു, വാക്കിനാലും ലേഖനത്താലും എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. പിശാച് ഹൗവയെ ചതിക്കാൻ വന്നാലും എന്ത് ചെയ്യണം? ഹൗവ എന്ത് ചെയ്യണമായിരുന്നു? ഹൗവയ്ക്ക് പറ്റിയില്ലെങ്കിൽ ആദാം എന്ത് ചെയ്യണമായിരുന്നു? അവിടെ കറക്റ്റ് ചെയ്യണമായിരുന്നു. ആ കുടുംബത്തിനൊരു ന്യായവിധി ഉണ്ടാകത്തില്ലായിരുന്നു, തലമുറയ്ക്കൊരു ന്യായവിധി ഉണ്ടാകത്തില്ലായിരുന്നു. ഹൗവ എങ്ങനെ പറഞ്ഞപ്പോൾ ആദാം പറഞ്ഞമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അവർ ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലേ പോയ ഹൗവയുടെ തേജസ് എന്ത് ചെയ്തേനെ? അല്ല, ആദാം കൂടെ അതനുസരിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? സാത്താൻ പറയുന്നത് അല്ലെങ്കിൽ ഉബായി പറയുന്നത് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് ഹൗവയും കേട്ടു, ഹൗവ പറയുന്ന ആദാമും കേട്ടു. ആ ദൈവ തേജസ്സും നഷ്ടപ്പെട്ടു. തലമുറകളായിട്ട് നമ്മൾ ഉൾപ്പെടെ പിന്നെ തേജസ് ഇല്ലാത്തവരായി ജഡത്തിൽ പാപത്തിൽ ജനിക്കാൻ തുടങ്ങി. നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ തലമുറയും എന്ത് ചെയ്യുന്നത്? ഈ ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുവാ പറയുന്നത്? ലേഖനത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വാക്കിനാലും ലേഖനത്താലും പറഞ്ഞത് എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോളം. അതിന് കർത്താവ് വീണ്ടും ഹല്ലേലൂയ കൊരിന്ത്യ സഭയോടൊക്കെ പറയുന്നത് എങ്ങനെ? 1 കൊരിന്ത്യർ അവസാനത്തെ അധ്യായത്തിലേക്ക് 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. 1 Corinthians chapter 16 verse 13. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, സഹോദരന്മാരോടും സഹോദരിമാരോടും പ്രായമുള്ളവരോടും ചെറുപ്പക്കാരോടും കുഞ്ഞുങ്ങളോടും കർത്താവ് പറയുന്നത് എന്തുവാ? പുരുഷത്വം കാണിപ്പീൻ. പുരുഷത്വം എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടർ, ആ ഒരു സ്വഭാവത്തിലുള്ള ആ ക്വാളിറ്റി നമ്മൾ ദൈവമക്കൾ എല്ലാവരും ഇങ്ങ് എടുക്കണം.
എന്തുവാ പുരുഷൻ്റെ ഒരു സ്വഭാവം? ഒരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു ദുഷ്ടശക്തിയുടെ മുമ്പിൽ തല കുനിക്കത്തില്ല. ഒരു തീരുമാനമെടുത്താൽ, ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അതിനെ നടത്തിച്ചെടുക്കും. എത്ര തടസ്സം മുൻപിലുണ്ടെങ്കിലും ആ തടസ്സത്തെയൊക്കെ തള്ളി മാറ്റി, ചവിട്ടി മാറ്റി, ഹല്ലേലൂയ, വെട്ടി മാറ്റി എന്തു ചെയ്യും? മുൻപോട്ട് യാത്ര ആ ഒരു പൗരുഷം ഇല്ലേ, ഒരു പുരുഷത്വം. ലൈക്ക് എ മാൻ എന്ന് ഇംഗ്ലീഷ് എഴുതേക്കുന്നത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ലൈക്ക് എ മാൻ. അവിടെ എല്ലാം ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റാൻഡ് ഫാസ്റ്റ് എന്നൊക്കെയുള്ള പദങ്ങളാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ധൈര്യമാണ് ഈ വചനം മുറുകെ പിടിക്കുവാൻ, കേൾക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന വചനത്തിൻ്റെ മേൽ നിലനിൽക്കുവാൻ. ദൈവമക്കളെ, അതിന് ഞാൻ പ്രാധാന്യത കൊടുത്താലേ അതെൻ്റെ ഹൃദയം നിറയത്തുള്ളൂ. അതെൻ്റെ ഹൃദയം നിറഞ്ഞാൽ മാത്രമേ അതെൻ്റെ തീരുമാനമായി തീരത്തുള്ളൂ. ദൈവം അങ്ങനെയാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ഈ വെള്ളത്തിലാശാനായ പത്രോസ് പോലും കർത്താവ് ധൈര്യമായിട്ട് വെള്ളത്തിന്മേൽ നടന്നു വരാൻ പറഞ്ഞപ്പോൾ തനിക്ക് എന്തായി തീർന്നില്ല? ഈ പത്രോസ് ഇതൊരു ജോലിയായിട്ട്, അല്ലെങ്കിൽ തൻ്റെ സ്ഥിരം എല്ലാ ദിവസവും തൻ്റെ പണിയായിട്ട് ചെയ്യുന്ന ആൾക്ക് വെള്ളം പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കർത്താവ് പറയുന്നത് വെള്ളത്തിന്മേൽ നടന്നു വരാൻ പറഞ്ഞപ്പോൾ അവിടെ എന്തു എഴുതിയേക്കുന്നത്? താൻ ഭയന്നുപോയി. യെസ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പാരമ്പര്യ, നമ്മുടെ അഭ്യാസത്തിൻ്റെ ധൈര്യമൊന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല. വചനം എത്ര ധൈര്യമുള്ളവരെ ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ കുറേ വർഷങ്ങൾ, ഒരു 8 വർഷത്തോളം കുറേ വർഷങ്ങൾ പട്ടാള ഓഫീസേഴ്സായിരുന്നു ഞങ്ങളുടെ വിശ്വാസികൾ. അതിലെല്ലാ ഗ്രേഡിലുള്ള പട്ടാള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ, അല്ലെങ്കിൽ കമാൻഡർ പദവിയിലുള്ള, അതിൻ്റെയൊക്കെ വർഷങ്ങളായിട്ട് കമാൻഡർ എന്ന് വെച്ചാൽ സീനിയർ പദവിയിലുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസികൾ, പല സംസ്ഥാനത്തിലുള്ള ആൾക്കാർ ഒരു വചനം പറഞ്ഞാൽ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അവർക്ക് ധൈര്യം കാണും. എവിടാ? അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുവാൻ, അല്ലെ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുവാനുള്ള ധൈര്യം കാണും. ആ ധൈര്യം പോരാ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ. ഇവിടെ ആര് ബലപ്പെടുത്തണം? പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണം. ആര് നമുക്ക് ശുദ്ധീകരണത്തിന് സഹായിക്കണം? പരിശുദ്ധാത്മാവ് ശുദ്ധീകരണത്തിന് സഹായിക്കണം. ആര് ജ്ഞാനം തരണം? പരിശുദ്ധാത്മാവ് ജ്ഞാനം തരണം. അപ്പോൾ പുതിയ നിയമസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പുതിയ നിയമസഭയുടെയും പഴയ നിയമസഭയുടെയും വ്യത്യാസം എന്തുവാ? ഇവിടെ നമ്മളെ സഹായിക്കുവാൻ കാര്യസ്ഥനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ പ്രമാണിക്കുവല്ല, നമ്മുടെ വിളി അനുസരിച്ച് നമ്മളെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സദാകാലം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ആത്മശക്തി പ്രാപിച്ചാണ് നമ്മൾ ദേശശക്തിയെ കാൽ കീഴാക്കുന്നത്, ഭൂതശക്തിയെ ശാസിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അപ്പോൾ ആ ചാർജ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു നിൽക്കണം. നമ്മൾ കൊരിന്ത്യർ ലേഖനം അതിനോട് ചേർന്ന് വായിച്ചില്ലേ? പുരുഷത്വം പ്രാപിപ്പീൻ, ശക്തിപ്പെടുവീൻ, അല്ല ഒരു കാര്യത്തിനും പതറിപ്പോകാതെ. ഞാൻ പറഞ്ഞില്ല, ചെറിയ ചെറിയ വിഷയത്തിന് പതറിപ്പോകുവാൻ സാത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ കൊരിന്ത്യർ സഭയോട് സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്തുവാ? പല കാര്യങ്ങളിട്ടും നീറി കിടക്കും. ഞാൻ തന്നെ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും കർത്താവിനോട് ചോദിക്കും, കർത്താവ് വീണ്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യം കർത്താവിനെ ചോദ്യം ചെയ്ത് ഞാൻ തന്നെ എന്ത് ചെയ്യും? അങ്ങ് ക്ഷീണിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാത്താൻ ശ്രമിക്കുന്നതാണ്. ഇടയ്ക്ക് സുബോധം തരുമ്പോഴാണ് നമ്മളൊന്ന് ഉണരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ക്ഷീണിച്ച് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വാക്കിനാലും ലേഖനത്താലും ഉള്ള വചനം മുറുകെ പിടിക്കണം, ഇല്ലേ? 1 കൊരിന്ത്യർ തന്നെ നമ്മളിപ്പോൾ 16-ാമത്തെ വാക്യമല്ലേ വായിച്ചേ? അതിൻ്റെ 15-ന്റെ 2 കൂടെ ഒന്ന് വായിച്ചേ. 1 Corinthians 15:2. നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ആ സുവിശേഷം പിടിച്ചുകൊണ്ടാൽ എഴുതിയേക്കുന്ന ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഹോൾഡ് ഫാസ്റ്റ് ദ വേർഡ്. നിങ്ങൾ കേട്ട വചനം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഹോൾഡ് ഫാസ്റ്റ്. അവിടെയൊക്കെ മുറുകെ എന്നുള്ള പദം മലയാളത്തിൽ അല്ല നമ്മുടെ ട്രാൻസ്ലേഷനിൽ വന്നിട്ടില്ല. മൂലഭാഷയിലെല്ലാം വെറും ഹോൾഡ് അല്ല, മുറുകെ പിടിച്ചുകൊള്ളാൻ. ഹോൾഡ് ഫാസ്റ്റ് ദ വേർഡ്. ലേഖനത്താലും നേരത്തെ നമ്മൾ വായിച്ചു. ഇവിടെ കൊരിന്ത്യർ സഭയോട് പറഞ്ഞു, ആരോടാണെങ്കിലും കൊച്ചി സഭയോടാണെങ്കിലും കർത്താവിനൊരു കാര്യം പറയാനുള്ളൂ, നിന്നോട് ദൈവം ഇടപെടുന്ന ഓരോ വചനം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. വെറുതെ മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ കഴിഞ്ഞ നമ്മളൊരു സാക്ഷ്യം പറയുന്നത് കേട്ടില്ലേ? ഞാൻ നേരത്തെ പോകേണ്ടതായിരുന്നു. ഒരു ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കതവടഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ വെളിയിലത്തെ കമ്പിയെ മുറുകെ പിടിച്ചു. അത് കുറേ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അറിഞ്ഞത്. അതുപോലൊരു അനുഭവം പപ്പയ്ക്കും നോർത്ത് ട്രെയിനിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ എന്തുവാ ചെയ്യുന്നത്? ഈ ട്രെയിനിൽ കതവും അടഞ്ഞു പോയി വെളിയിൽ മുറുകെ പിടിക്കുന്ന ഒരവസ്ഥ അടുത്ത സ്റ്റേഷൻ വരെ
ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ശരീര വെയിറ്റ് നിങ്ങളുടെ കയ്യിലോട്ട് തൂങ്ങിക്കിടന്നാൽ ഏറ്റവും പാടുള്ള കാര്യമാണ്. പുള്ളപ്സ് ഒക്കെ എടുക്കുന്നവർക്കറിയാം, ഏറ്റവും പാടുള്ള കാര്യമാണ്. മറ്റുള്ള വെയിറ്റൊക്കെ എത്ര വേണമെങ്കിലും പൊക്കാം. അവനവൻ്റെ ശരീര വെയിറ്റ് മുഴുവനും പൊക്കിയുള്ള ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ 10 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം എന്നാണെന്നറിയാം, അത് ശരീരഭാരം മുഴുവനും നമ്മൾ എന്ത് ചെയ്യുക, തൂങ്ങിക്കിടക്കുക. പക്ഷേ നമ്മുടെ ആവശ്യമാണ് അടുത്ത സ്റ്റേഷൻ വരെ പോസ്റ്റും തലേ തട്ടല്ല, ഇതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റും ചേർന്ന് പോകും ഇടയ്ക്ക്. അതുകൊണ്ട് ചേർന്ന് നിൽക്കണമെങ്കിൽ തൂങ്ങി നിൽക്കാനും പറ്റത്തില്ല. ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ കൈ ഒത്തിരി കഴിക്കുന്നത്. ഇങ്ങനെ പലപ്പോഴും ബസ്സിലൊക്കെ നമ്മൾ കയറും, ബസ് ഡബിൾ ബെൽ അടിച്ചങ്ങ് വിടും. ഇപ്പോഴൊന്നും ആൾക്കാർക്ക് അങ്ങനെ അനുവദിക്കുന്നില്ല. കഥ അടയ്ക്കാതെ ബസ് നീങ്ങല്ലെന്നാണ് ഇപ്പോഴത്തെ നിയമം. പണ്ടൊക്കെ ഉള്ളവർക്കറിയാം, ബസ്സിങ്ങനെ കയറി പോകുമ്പോൾ ബെല്ലടിച്ചങ്ങ് വിടും. ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നവർ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ വെയിറ്റ് കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇല്ലേ. ഈ മുറുകെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് ആ അനുഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർക്കണം. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഴയ ആൾക്കാർക്കൊക്കെ ഉണ്ടായി കാണുമല്ലോ. ഇങ്ങോട്ട് വീഴുന്ന ആൾക്കാരുടെ വെയിറ്റ് കൂടി നമ്മൾ താങ്ങണം. നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, താഴെ വീണ തല തല്ലിപ്പൊട്ടും. അതുകൊണ്ട് വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ ഒരു പദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വീഴാതിരിക്കാൻ കേട്ട വചനം മുറുകെ പിടിച്ചുകൊള്ളണം. വെളിപ്പാട് പുസ്തകത്തിൽ അതൊന്നുകൂടെ 2 സഭയോട് പറയുന്ന ഭാഗം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലോട് വായിച്ചിട്ട് അടുത്ത വാക്യത്തിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. Revelation chapter 2 verse 25. ഇവിടെ എഴുതിയിരിക്കുന്ന ഹോൾ ഫാസ്റ്റ് വാട്ട് യു ഹാവ് എന്ന് എഴുതിയിരിക്കുന്ന, ഞാൻ വരുന്നത് വരെ ഒരല്പകാലം കൂടിയേ ഉള്ളൂ. പണ്ടത്തെ കാലത്തേക്കാളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ. ഒത്തിരി വിഷയത്തിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. കാര്യം പണ്ട് ഒരു വിശ്വാസി കൊടുക്കേണ്ട വില ഭയങ്കരമായിരുന്നു. ആദ്യ കാലഘട്ടത്തിലൊക്കെ അതിലും ഭയങ്കരമായിരുന്നു. ദേശത്തൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ബാർബറെ കാണത്തുള്ളൂ. അവർ പലപ്പോഴും വീട്ടിൽ വന്ന് വെട്ടും, അല്ല ബാർബർ ഷോപ്പിൽ പോയി വെട്ടും. ബാർബർ നിങ്ങളുടെ മുടി വെട്ടത്തില്ല. ഇപ്പോഴൊക്കെയാണ് യൂട്യൂബ് നോക്കി കോവിഡിന് ശേഷം എല്ലാവരും മുടി വെട്ടാനൊക്കെ പഠിച്ചോ. എൻ്റെ കോവിഡിന് ശേഷം അതിൽ പിന്നെ ഞാൻ ബാർബർ ഷോപ്പിൽ പോയിട്ടില്ല. ഭാര്യ വെട്ടുന്നത് ഞാൻ എൻ്റെ മക്കളുടെയും വെട്ടു. ഈ അടുത്ത സമയത്ത് ഇവരിപ്പം ഇച്ചിരി വലുതായപ്പോൾ അവർ പറഞ്ഞു, പപ്പയുടെ വെട്ട് മതി, ഞങ്ങൾ പോയി വെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അവരിപ്പോൾ വെളിയിലാണ് പോയി വെട്ടുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞത്, ഇങ്ങനൊന്നും ഉള്ള ജ്ഞാനമൊന്നും അന്ന് ആൾക്കാർക്ക് ഇല്ലായിരുന്നു. മുടി വെട്ടണമെങ്കിൽ ആര് വന്ന് വെട്ടണം? ബാർബർ വന്ന് വെട്ടണം. ദേശത്തെ ബാർബർ ഒരു വ്യക്തി വിശ്വാസത്തിലായി കഴിഞ്ഞാൽ അവരുടെ മുടി വെട്ടത്തില്ല. ഏറ്റവും വിഷമമുള്ള ഭാഗമാണ്. എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും ഒരു പള്ളിയിലൊക്കെ ആയിരുന്നവരാ. പക്ഷെ അതിൽ നിന്ന് ഒരാൾ വിശ്വാസി വന്നാൽ കല്യാണത്തിന് ക്ഷണിക്കത്തില്ല. ക്ഷണിച്ചാൽ തന്നെ ക്ഷണിച്ചിട്ട് വലിയ അന്ന് സദ്യ ഇരിക്കുവാണല്ലോ, ഇലയിടും. എന്നിട്ട് ഓരോന്ന് പഴമൊക്കെ ഇട്ട് തുടങ്ങുമല്ലേ, ഓരോന്നോരോന്ന് ഇട്ട് തുടങ്ങുമ്പോൾ അവിടെ വരുമ്പോൾ അവരെ കളിയാക്കി എല്ലാവരും ഉപയോഗിച്ച് പറയും, അവൻ്റെ ഇല ഇങ്ങ് വലിച്ചെടുത്തിട്ട് നിനക്കിവിടെ ആഹാരമില്ല. ഇല വലിച്ചെടുത്തിട്ട് അവനെ ഇൻസൾട്ട് ചെയ്ത് എല്ലാവരും സഹോദരങ്ങളാണെങ്കിൽ പോലും ഒരാൾ വിശ്വാസത്തിൽ വന്നു എന്ന് പറഞ്ഞ് അവന് എത്ര പേരാണെന്നറിയാം. പിതാവ് ഇന്നൊക്കെയാണെങ്കിൽ കേസ് കൊടുക്കുകയും അവൻ്റെ ഓഹരി ചോദിക്കുകയൊക്കെ ചെയ്യും. അന്ന് ദൈവമക്കൾ അതൊന്നും ചെയ്യത്തില്ല. അല്ല, ആ പിതാവ് അവൻ്റെ ഷെയർ കൊടുക്കത്തില്ല. ഒരാൾ അവരുടെ ഷെയർ കിട്ടുമ്പോഴല്ലേ അത് വെച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഭാവിയിൽ. ആ ഷെയർ കൊടുക്കത്തില്ല. അങ്ങനെ എത്ര വില കൊടുത്ത് നിന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ പലരുടെ കൃഷിയാണെങ്കിൽ മുതലാളി പിറ്റേ ദിവസത്തോട്ട് പറയും, നീ ഇനി എന്ത് ചെയ്യണ്ട, ഒരു വിശ്വാസത്തിൽ വരുന്ന ഒരാൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവൻ കൊടുക്കേണ്ട വില. ഈ നാളുകൾ എല്ലാ കുടുംബത്തിലും ആരെങ്കിലുമൊക്കെ വിശ്വാസത്തിലുള്ളതുകൊണ്ടും ദൈവമക്കളൊക്കെ സമുദായക്കാരാണെങ്കിൽ പോലും അവർ യൂട്യൂബിലൊക്കെ പ്രസംഗം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമുണ്ടെങ്കിൽ പോലും ഒരു വിഷയത്തിന് ആത്മീയ ക്ഷീണം വരാൻ നമ്മുടെ ഈ ഫോൺ തന്നെ അതിനൊരു പ്രധാന കാര്യമാണ്. ആത്മീയ ക്ഷീണം വരുത്തുവാനും എന്തെങ്കിലുമൊക്കെ റീൽസും എന്തെങ്കിലുമൊക്കെ ഷോർട്സും എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമയം കൊല്ലുന്ന വീഡിയോസും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അല്ലെ എന്തെങ്കിലുമൊക്കെ ചുമ്മാതെ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടങ്ങ് ഇരിക്കും. അങ്ങനെ ആത്മീയമായിട്ട് ക്ഷീണിപ്പിക്കാൻ 100 കൂട്ടം കാര്യങ്ങളുള്ളപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പാടുള്ള ഹല്ലേലൂയ ആ സഭയോട് പറയുമ്പോൾ, ആ 7 സഭകൾ നമുക്കറിയാമല്ലോ, നമ്മളോടുള്ള ദൂത് തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കുള്ളത് എന്ത് ചെയ്യണം, മുറുകെ പിടിച്ചുകൊള്ളൂ. വേറൊരു ഭാഗത്ത് നമുക്കറിയാം പറയുന്നത്, പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇല്ലാത്തവന് ഞാൻ എന്ത് ചെയ്യും, ഹല്ലേലൂയ ഉള്ളതുകൂടി എടുത്തു കളയും, ഉള്ളവന് ഞാൻ വീണ്ടും കൊടുക്കും. അതിൻ്റെ അർത്ഥം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. ഉള്ളവന് ഞാൻ വീണ്ടും കൊടുക്കും.
എന്ന് വെച്ചാൽ നഷ്ടപ്പെടുത്താതെ കേട്ട ആലോചനകൾ മുറുകെ പിടിച്ചവന്, ദൈവത്തിൻ്റെ ദൈവം ഇടപെട്ട വിഷയങ്ങളിൽ നിൽക്കുന്നവന്, ദൈവം ഇടപെട്ട വചനങ്ങൾ ഹൃദയത്തിൽ നിന്ന് പിശാചെടുത്ത് കളയാത്തവൻ, ദൈവം ഇടപെട്ട വിഷയങ്ങൾ തീരുമാനമെടുത്തതൊക്കെ ആ തീരുമാനത്തിൽ നിലനിൽക്കുന്നവന് ഉള്ളവന് ഞാൻ വീണ്ടും കൊടുക്കും എന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണ്, പോളിസിയാണ്. ഇല്ലാത്തവന്, അത് നഷ്ടപ്പെടുത്തിയവന്, ആ മൂന്നാമത്തെ മടിയനും ദുഷ്ടനുമായ ദാസൻ്റെ കൂട്ട് കൊടുത്തത് നഷ്ടപ്പെടുത്തിയവന് ഉള്ളതോട് ഞാൻ എന്ത് ചെയ്യും? എടുത്തു കളയും. ദൈവത്തിൻ്റെ പോളിസിയാണ്. അപ്പോൾ ഇവിടെ 2-ാമത്തെ അധ്യായം 25-ാമത്തെ വെളിപ്പാട് പുസ്തകം 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന അല്പകാലം കൂടിയുള്ളൂ കർത്താവിൻ്റെ വരവിന്. ഉള്ളത് എന്ത് ചെയ്യണം? ഒന്ന് മുറുകെ. 3:11 വായിച്ചു. ഞാൻ വേഗം വരുന്നു, അധികം താമസമില്ല. ഒരു പ്രായമുള്ള ദൈവദാസൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, നിങ്ങളാരും ശവപ്പെട്ടിയൊന്നും വാങ്ങിക്കേണ്ട വരത്തില്ല, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്തു ചെയ്യും? അങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത്. സ്തോത്രം. അതുകൊണ്ട് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ? ജീവനുള്ളപ്പം തന്നെ കർത്താവിൻ്റെ പ്രൈസ് ലോർഡ് വരവ്, കർത്താവിൻ്റെ വരവ് വിറ്റ്നസ് ചെയ്യുവാൻ കഴിയുന്നവരോ. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വീണ്ടും നമ്മളോട് ഇടപെടുക. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഞാൻ വേഗം വരുന്നു, ഞാനിതാ ബിഹോൾഡ് ഐ എം കമ്മിങ് വെരി ക്വിക്ക്ലി, ഞാനിതാ വേഗം വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്? നിന്റെ കിരീടം ആരും എടുക്കാത്ത വണ്ണം നിനക്കുള്ളത് എന്ത് ചെയ്യണം? ഈ മുറുകെ പിടിക്കുന്നവന് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ജയിക്കുന്നവനെ കിരീടം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബസ്സിൽ തൂങ്ങിക്കിടക്കേണ്ട ഒരാവശ്യം വന്നാലും, ട്രെയിനിൽ തൂങ്ങിക്കിടക്കേണ്ട ഒരാവശ്യം വന്നാലും, ഇതുപോലെ അത് വെള്ളപ്പൊക്കത്തിലാണെങ്കിലും വെള്ളച്ചാട്ടത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലും ഒരുവൻ ജീവൻ നിലനിൽക്കാൻ അവൻ്റെ കൈ കഴച്ചാലും മസിൽ കയറിയാലും എന്ത് വില കൊടുക്കേണ്ട വന്നാലും കരയേണ്ട വന്നാലും വേദനയാൽ അലക്കേണ്ട വന്നാലും എൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാര്യം ഇതെൻ്റെ ആവശ്യമാണ്. ഈ ജീവൻ നിലനിർത്തേണ്ടത് നിൻ്റെ കിരീടം നഷ്ടപ്പെടുത്താതിരിക്കാൻ, നിന്റെ കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ 3-ാമത്തെ അധ്യായത്തിൽ സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, കർത്താവ് പറയുക, ഹല്ലേലൂയ, നിനക്ക് ലഭിച്ചത് എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോളാം. സാത്താൻ ഇതിൻ്റെ നേരെ എതിർപ്രവൃത്തിയാണ്. ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നിന്നിൽ നിന്ന് എടുക്കുവാൻ, നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനം. ഞാൻ പലപ്പോഴും ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ദൈവം കൃപ കൊടുത്തവരുണ്ട്, ദൈവം താലന്തുകൾ കൊടുത്തവരുണ്ട്. അവരെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുമ്പോൾ ദൈവം അതെന്ത് ചെയ്യും? ദൈവം തിരിച്ചിങ്ങെടുക്കും. നല്ല വചന വെളിപ്പാടുകൾ കൊടുത്തവരുണ്ട്, അവരത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുവാനും കർത്താവിനെ പ്രസൻറ്റ് ചെയ്യുവാൻ നല്ല കഴിവുകൾ കൊടുത്തവരുണ്ട്. ഹല്ലേലൂയ. അതിനുള്ള നല്ല വ്യക്തിത്വങ്ങൾ കൊടുത്തവരുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തന്ന ദൈവം തന്നെ അതെന്ത് ചെയ്യും? തിരിച്ചിങ്ങ്. അങ്ങനെ വരാതിരിപ്പാൻ ഇവിടെ എഴുതിയിരിക്കുക, നിനക്ക് തന്നത് മുറുകെ പിടിച്ചോ. ദൈവമക്കളെ, ഞാനൊരു കാര്യം മുറുകെ പിടിക്കണമെങ്കിൽ എനിക്കതിൻ്റെ വില അറിയണം. ഈ ഭൗമിക വിഷയത്തേക്കാൾ വിലയുണ്ട് എൻ്റെ ദൈവം തരുന്ന ആത്മീയ വിഷയങ്ങൾക്ക്. സ്തോത്രവും ഇല്ല, ഹല്ലേലൂയ. ഉണ്ടോ? ഏതാ വിലയുള്ളത്? 10 കോടി രൂപയാണോ വിലയുള്ളത്? ദൈവം ഇന്ന് പകൽക്കാലം എനിക്ക് തരുന്ന ചില ശുശ്രൂഷയാണോ വിലയുള്ളത്? ഒന്ന് പറ ചെറുപ്പക്കാരെ, കാശാണോ വിലയുള്ളത്? പറ. ചെറുപ്പക്കാർക്കൊക്കെ വിശ്വസിക്കാൻ വലിയ മടിയാ, വലിയ പാടാ. കാര്യം വേറൊന്നുമല്ല, ഇന്നത്തെ ജ്ഞാനം അങ്ങനല്ലേ വർക്ക് ചെയ്യുന്നത്. കാശില്ലേ കാര്യം നടക്കത്തില്ല. അല്ല, ശരിയാ. പ്രൈസ് ലോർഡ്. നമ്മുടെ പ്രൊവൈഡർ ആരാ? കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ ചെയ്യുമോ? ഞാൻ കർത്താവിനെ വിശ്വസിച്ചിറങ്ങി വഴിമധ്യേ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുമോ? എത്ര വട്ടം നമ്മൾ രുചിച്ചറിഞ്ഞതാ, എന്നാലും സംശയമായില്ലേ? കാശൊക്കെ ആവശ്യത്തിനുള്ള കാശൊക്കെ തക്ക സമയത്ത് കർത്താവ് തരും. നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന അത് മതിയെന്നാണ് കർത്താവും പറയുന്നത്, ഇല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് കർത്താവ് തരും. അതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. അത് നിങ്ങളുടെ വിഷയമല്ല. ആരുടെ വിഷയമാണ്? നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുക എന്നുള്ളത് ദൈവം ദൂതന്മാരെ അയച്ച് ചെയ്യും. അത് കർത്താവിൻ്റെ വിഷയമാണ്. ദൂതന്മാരെ മാത്രമല്ല, കാക്ക വരെ അയച്ച് കർത്താവ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ അഭിഷക്തർക്കറിയാം.
അല്ല വചനത്തിൽ നമ്മൾ കാണും. സ്തോത്രം. അല്ല ആർക്കും പ്രയോജനമില്ല എന്ന് പറയുന്ന ഒരു കാക്ക പോലും ആ ശുശ്രൂഷ എൻ്റെ സൃഷ്ടാവ് പറഞ്ഞാൽ അത് ചെയ്യും. അതുകൊണ്ട് തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് തക്ക സ്ഥലത്ത് ദൈവം അതൊക്കെ ക്രമീകരിക്കും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, നിന്റെ നിത്യത, നീ എത്ര രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പണ്ട് ശുശ്രൂഷ ചെയ്തു, പണ്ട് കുറേ കർത്താവ്, അതൊന്നും വിഷയമല്ല. നിന്റെ കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞു നിനക്ക് ലഭിച്ചത് എന്ത് ചെയ്യണം? അതിൻ്റെ വില അറിഞ്ഞാലാണ് നമ്മൾ ആദ്യം അതിൻ്റെ വില അറിയണം. ആദാമും ഹവ്വയും പിന്നീട് അറിഞ്ഞു കാണും, പിന്നീട് ദുഃഖിച്ച് കാണും. യൂദാസ് പിന്നീട് ദുഃഖിച്ച് കാണും. എന്നാ കാര്യം പിന്നീട് ദുഃഖിച്ചിട്ട്? ഈ മുറുക്ക് ദൈവം പിടിക്കാൻ തന്നത്, സ്വർഗീയമായത്, ദൈവം ഇടപെട്ടത്, ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ആ ദൗത്യം, എനിക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന സമയം, എനിക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, എനിക്ക് ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ട്, ഈ ആയുസ്, ഓരോ ദിവസവും ദൈവം തന്നിട്ടുള്ളതൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഇല്ലേ? അതിൻ്റെ വില അറിഞ്ഞ് മുറുകെ പിടിച്ചു കൊള്ളണം. എന്നിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നിത്യവിശ്വാസവും നല്ല പ്രത്യാശയും പ്രതികാരം നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, അതെല്ലാം ഞാൻ പറയുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന അവലിയവനായ ദൈവം, നിങ്ങളെ അറിയുന്ന കർത്താവ്, നിങ്ങളെ സ്നേഹിച്ച കർത്താവ്, നിങ്ങളെ വിളിച്ച കർത്താവ്. തൊട്ടുമേലിൽ നമ്മൾ വായിച്ചില്ല, ദ ലോർഡ് ഹു ചോസ് യു. ഇവിടെ എഴുതിയേക്കുന്നത് ദ ലോർഡ് ഹു ലവ്സ് യു. നിന്നെ വിളിച്ച കർത്താവ്, നിന്നെ തെരഞ്ഞെടുത്ത കർത്താവ്, നിന്നെ സ്നേഹിച്ച കർത്താവ്. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആശ്വാസവും തരട്ടെ. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, നിങ്ങളുടെ വിളി അനുസരിച്ച് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെ എന്ത് ചെയ്യട്ടെ? ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ, സ്ഥിരപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മേ ദി ലോർഡ് എസ്റ്റാബ്ലിഷ് യു. വാക്കിനാലും ക്രിയയാലും ബലപ്പെടുത്തട്ടെ. ദൈവമക്കളെ, ദൈവം നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ജോലികളാണ്. ദൈവം നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ദൈവം എന്നോട് ഇടപെടേണ്ട കാര്യങ്ങൾ, ഹല്ലേലൂയ, ഞാനത് കേട്ട് അനുസരിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളും എന്ത് ചെയ്യണം? വാക്കിനാലും ക്രിയയാലും ഈ ദൈവം എന്നോട് ഇടപെട്ട പ്രവൃത്തി എന്നിൽ കൂടെ മറ്റുള്ളവരോട് ഞാൻ ഉപദേശിക്കുവാൻ യോഗ്യനാകണം. നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യുവാൻ. 2000 വർഷം മുമ്പ് കർത്താവ് ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്തു. ആദ്യ നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്തു. ഈ അന്ത്യകാലത്ത് എന്തു പറഞ്ഞാലും അപ്പം എടുക്കും ഫോണും, ഗൂഗിൾ സെർച്ച് ചെയ്യും, AI ചോദിക്കും. ഈ AI കാലഘട്ടത്തിലും AI മനുഷ്യനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് എതിർ ക്രിസ്തു AI കൂടി കൺട്രോൾ ചെയ്യുമ്പോൾ, ഈ ഇൻ്റലിജൻസിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻജിൻസിനെ എതിർ ക്രിസ്തു അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ കൺട്രോൾ അനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട്. ഈ മനുഷ്യനെ ആദ്യം ആക്കുന്ന എങ്ങനെയാണെന്നറിയാം? എന്തും AI ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പം ഗിയർ മാറുന്ന വണ്ടികൾ, ഓട്ടോമാറ്റിക്കും ഇലക്ട്രിക് വണ്ടിക്കും വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്ത് അറിയത്തില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പലരും, ഞാൻ ഒത്തിരി പേര് ഗിയർ മാറാൻ അറിയത്തില്ല, കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ADAS 2 ഫീച്ചറുള്ള വണ്ടികൾ ലെയിൻ അസിസ്റ്റ്, നമ്മുടെ ലൈൻ മാറിപ്പോകുമ്പോൾ അത് തന്നെ എന്ത് ചെയ്യും? തിരിച്ച് ലൈനിൽ കൊണ്ടുവരും. തൊട്ട് ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് ചെയ്താൽ ഇത് തന്നെ ബ്രേക്ക് ചെയ്യും, നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് ഇത് തന്നെ ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു പാർക്കിംഗ് ലോട്ടിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങി അങ്ങ് പോയാൽ മതി, ലോക്ക് ചെയ്തിട്ടങ്ങ് പോയാൽ അത് തന്നെ 2 ക്യാമറയും 2 വണ്ടിയുടെ സൈഡും നോക്കി കറക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് പാർക്കും ചെയ്തിട്ട് പോകും. ADAS 2 എന്ന് പറയുന്ന, ADAS 1 ഇറങ്ങി, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ വണ്ടികൾക്കെല്ലാം ADAS 2 ഉണ്ട്. 20 ലക്ഷം രൂപ വേണ്ട, ഒരു 13 ലക്ഷം രൂപയുടെ മേലുള്ള വിൻസറിൽ പോലും, MG വിൻസറിൽ പോലും ADAS 2 ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം, വെറും 13 ലക്ഷം രൂപയുടെ വണ്ടികൾ പോലും ഈ ഫീച്ചറൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഇച്ചിരി കഴിഞ്ഞ് മനുഷ്യന് റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാൻ അറിയത്തില്ല. ഓരോ കാര്യങ്ങൾ ഈ AI കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അങ്ങ് ഡിപ്പെൻഡൻ്റ് ആവും. ഇത് ഇച്ചിരി കഴിയുമ്പോൾ മനുഷ്യൻ ഒരു എഴുത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയത്തില്ല, ഇപ്പോഴേ അറിയത്തില്ല. ഉടനെ AI ആയിരുന്നു, ഗ്രാമർലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫീസ് ജോലി ചെയ്യുന്നവർ മുഴുവൻ എന്തെങ്കിലും കാരണവശാൽ, ഞാൻ പലപ്പോഴും ഈ ജോലി ചെയ്യുന്നവരുടെ വീർപ്പുമുട്ടൽ കണ്ടിട്ടുണ്ട്. നെറ്റ് കട്ടായാൽ, കറണ്ട് ഇല്ലാതെ വന്നാൽ, കമ്പ്യൂട്ടർ ഇല്ലാതെ വന്നാൽ ഒരു മനുഷ്യനോട് സംസാരിക്കുവാൻ, ഒരു പ്രസൻറ്റേഷൻ പറയുവാൻ പറ്റാതായി പോകുന്ന ഒരു കാലഘട്ടം.
ഇനി ഒരു കുറച്ച് 4-5 വർഷം വേണമെന്ന് എനിക്കറിയത്തില്ല, ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ AI ഡിപ്പെൻഡ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻ പേപ്പറും പ്രിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല, പിള്ളേർക്ക് പരീക്ഷ എഴുതാനും പറ്റത്തില്ലാത്തൊരു കാലഘട്ടം. അപ്പോൾ അത്രയും നമ്മളെ ഇതിനെ അങ്ങ് ഡിപ്പെൻഡൻ്റ് ആക്കിയിട്ട് അവസാനം ഈ എൻജിൻസിനെ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവും കൂടി കൺട്രോൾ ചെയ്താൽ ലോകത്തെ മുഴുവൻ എങ്ങനെ എന്ത് ചെയ്യും, അങ്ങ് കൺട്രോൾ ചെയ്യും. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി നമ്മൾ ഉപയോഗിക്കാതെ വരിക. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ആലോചന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തിന് ഞാൻ കഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി ഉപവാസത്തോടുകൂടി ഒരു ദൈവാലോചനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം? AI ചോദിച്ചാൽ നല്ല ദൂതുകൾ എനിക്ക് തരത്തില്ലേ എന്നുവരെയും ചിന്തിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കൾ പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന ദൈവമക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും നമ്മളോട് സംസാരിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിൻ്റെ കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. വാക്കിനാലും ആലോചനയാലും ലേഖനത്താലും ഒക്കെ ഞാൻ നിന്നോട് ഇടപെട്ട വിഷയങ്ങൾ നീ എന്ത് ചെയ്യണം, മുറുകെ പിടിച്ചു കൊള്ളണം. ദൈവമക്കളെ, ഹല്ലേലൂയ. AI അല്ല പ്രവർത്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഇത് രണ്ടും 2 പാരലൽ കാര്യങ്ങളായിട്ട് നിൽക്കുക. ഒന്ന് ലോകത്തിൻ്റെ ജ്ഞാനം പ്രോസസ്സ് ചെയ്ത് നമുക്ക് തരുന്നു, ഒന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രോസസ്സ് ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. നമ്മൾ ഈ ദിവസങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ ആലോചനയോട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി കഴിഞ്ഞ് തീരുമാനം ഞാൻ എന്ത് എടുക്കണം എന്ന് ചോദിക്കുന്ന നീ എന്നെ ഇന്നത്തെ ദിവസം ക്ഷീണിച്ചിരിക്കുന്നത്, ജെമിനി AI അങ്ങനെയൊക്കെ ഇപ്പം ചോദിക്കുന്നത്, ഞാൻ ഇന്നെന്ത് തീരുമാനം എടുക്കണം എന്ന് വരെയും ആൾക്കാർ ടൈപ്പ് ചെയ്ത് തുടങ്ങി. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുമായിരുന്നു, ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾ AI ജെമിനിയോടൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ്. ഇന്ന് എനിക്ക് ഭയങ്കര ഇന്ന് എനിക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഭാര്യയോട് അടിയിട്ടിട്ടിരിക്കുക, ഞാൻ എങ്ങനെ അത് സോൾവ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ AI ചോദിക്കുന്നത്. അപ്പം ഈ ദൈവമക്കളും ഇതിലോ കാലഘട്ടത്തിലൊക്കെ അല്ലേ ജീവിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഈ ഗാഡ്ജറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മളും പലരും ഇതിൻ്റെ പെയ്ഡ് പ്ലാനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും, പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പ് എന്ന് പറയുന്ന കാര്യം പോലും ഇല്ലാതാക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ഈ വചനം ആദ്യങ്കിലേ ഉള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ രീതികളൊന്നും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു മാറ്റം വരുത്തണ്ട. നിങ്ങളോടൊക്കെ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ തർക്കമൊന്നും ആ വിഷയത്തിലില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു യൂത്ത് മീറ്റിങ്ങിലാണ് ഞാനിത് സൂക്ഷിക്കുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും, ഭയങ്കരമായിട്ട് വരും. അതിന് എന്നാ കുഴപ്പം എന്ന് ചോദിക്കും. അത് നന്നായിട്ട് പരിശുദ്ധാത്മാ പറയുന്നതിനേക്കാൾ നന്നായിട്ട് AI തരുമ്പോൾ നമ്മൾ എന്തിനു ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പോവും ആൾക്കാർ. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറിയ തലമുറ. അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ ആഗ്രഹം അഭിഷേകം പ്രാപിക്കുവാനല്ല, അതിനുവേണ്ടി കരയുന്ന ചെറുപ്പക്കാരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കാലഘട്ടത്തിൽ ഞാനൊരു വചനം വായിക്കുമ്പോൾ ദൈവമേ എനിക്ക് നല്ല വെളിപ്പാടുകൾ തരണമേ, സ്തോത്ര പുസ്തകം റെഫർ ചെയ്യാതെ കർത്താവ് തന്ന ആലോചന ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാർ കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവമക്കളുടെ ഇടയ്ക്ക് ദൈവദാസന്മാർ പോലും അങ്ങനെ ചോദിക്കുന്നില്ല. നമുക്ക് നമ്മുടെ തലമുറ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ദൈവമക്കളുടെ അല്ലെങ്കിൽ അടുത്ത തലമുറ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വരവ് എന്തെങ്കിലും കാരണവശാൽ താമസിക്കുന്നെങ്കിൽ അടുത്ത തലമുറ ഈ ലോകജ്ഞാനം അങ്ങ് കൺട്രോൾ ചെയ്യും. അവരുടെ ഇൻ്റലിജൻസ് ഉപയോഗിക്കാതെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം ആദിയെങ്കിലും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുന്നു. നിന്നോട് ഞാൻ ഇടപെട്ടത്, നിന്നോട് ഞാൻ വാക്കിനാൽ സംസാരിച്ചത്, നിന്നോട് ഞാൻ ദൈവവചനത്തിൽ കൂടി സംസാരിച്ചത് നീ എന്ത് ചെയ്യണം, മുറുകെ പിടിച്ചുകൊള്ളാൻ, അല്ല നിൻ്റെ കിരീടം നഷ്ടപ്പെടും. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ലോകജ്ഞാനം എത്രയോ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ലോകജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ദൈവജനത്തോടും ലോകമനുഷ്യരോടും ഒരുപോലെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആദ്യ കാലഘട്ടത്തിൽ തന്നെ തെസ്സലോനിക്ക സഭയോട് പറയാം, ഇതിൻ്റെ വിലയൊന്ന് മനസ്സിലാക്കി ഇതിനെ മുറുകെ പിടിച്ചുകൊള്ളാം. ദൈവവചനം മുറുകെ പിടിച്ചവൻ ഒരു കാലത്തും ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. അവർ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും, അതിന് ഏത് കമ്പനിയിലാണെങ്കിലും, അതേത് ബന്ധക്കാരുടെ മുമ്പിലാണെങ്കിലും, ഏത് അസോസിയേഷനിലാണെങ്കിലും ദൈവം അവരുടെ വാക്ക് പരിശുദ്ധാത്മാവിനാൽ പത്രോസും യോഹന്നാനും ശുശ്രൂഷിച്ചപ്പോൾ ജനം അവരെ നോക്കി ആശ്ചര്യപ്പെട്ടു. ഈ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത്? പൗലോസ് അരോമിയ കുന്നിൻ്റെ മേൽ സംസാരിച്ചത്, അത്രയും ഫിലോസഫേഴ്സായ ജ്ഞാനികളുടെ മുമ്പിൽ സംസാരിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താല. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ അതാണ് പ്രാപിക്കണം. അതിൻ്റെ വില മനസ്സിലാക്കി പ്രാപിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ ജ്ഞാനത്താൽ നമ്മളെ ദൈവം നിറയ്ക്കട്ടെ, നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ദൈവം സഹായിക്കട്ടെ.